ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ CM വിൻസെൻ്റ് MLA, മുൻ ഗതാഗത വകുപ്പ് മന്ത്രിമാരായ CN ശക്തൻ, CV ശിവകുമാർ, TDFിൻ്റെ ഭാരവാഹികളെ, ഏറ്റവും പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളെ, KSRTCയുടെ വിഷയം കഴിഞ്ഞ 8 വർഷമായി ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങൾ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ള വിഷയം നിങ്ങളുടെ വിഷയമാണ്. ഒരുപാട് പ്രാവശ്യം ഇത് എല്ലാ ട്രാൻസ്പോർട്ട് മന്ത്രിമാരുമായിട്ട് വഴക്കുള്ളതും നമ്മുടെ എത്ര ഈ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിമാർ രണ്ടുപേരും ഇവിടെ ഇരിക്കും. എത്ര ഭംഗിയായി UDFിൻ്റെ കാലത്ത് നടത്തിക്കൊണ്ടുപോയ ഒരു സ്ഥാപനം. എല്ലാ മാസവും കൃത്യമായ ശമ്പളം കൊടുത്ത് DA കൊടുത്തു, ഇല്ലേ? ആവശ്യത്തിന് ബസ്സുകൾ വാങ്ങി, എല്ലാ ആവശ്യത്തിനും ബസ്സുകൾ വാങ്ങി. 5200 ഷെഡ്യൂളുകൾ, 44,000-ഓളം അല്ലേ ജീവനക്കാരുണ്ട്. 47 വരെ വന്നു സമയത്ത് 47,000 ജീവനക്കാർ. ആ 47,000 ജീവനക്കാരുണ്ടായിരുന്നത് ഇപ്പോൾ 22,000. ഷെഡ്യൂളുകൾ ഒരു 12,200 ഷെഡ്യൂളുകൾ. ആകെ ചെയ്തത് എന്താണ്? സ്വിഫ്റ്റ് ഉണ്ടാക്കി. സ്വിഫ്റ്റ് ഉണ്ടാക്കിയത് തന്നെ KSRTCയെ പൂട്ടിക്കാൻ വേണ്ടിയില്ല. കാരണം ഏറ്റവും നല്ല സർവീസുകൾ ഇവർ എപ്പോഴും പബ്ലിക് സെക്ടറിനെ കുറിച്ച് പറയുന്ന ആളല്ല. പൊതുമേഖല എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്, പൊതുവാണെന്ന് പറയുന്ന ആളല്ല. ഇവർ ചെയ്തതെന്താ? ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സ്പ്ലിറ്റ് ചെയ്ത് ഇവരൊരു സ്വകാര്യ സ്ഥാപനം. അവിടെ ജോലി സ്ഥിരതയുണ്ടോ? ഇല്ല. അപ്പോൾ കോർപ്പറേറ്റുകൾ ചെയ്യുന്നത് പോലെ ജോലി സ്ഥിരതയില്ലാത്ത ഒരു സ്വകാര്യ കമ്പനി ഉണ്ടാക്കി. എന്നിട്ട് KSRTCയിലെ ഏറ്റവും നല്ല സർവീസുകളൊക്കെ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇത് സ്വാഭാവിക മരണം KSRTCക്ക് വിധിച്ച തീരുമാനമാണ് യഥാർത്ഥത്തിൽ ഇവരുണ്ടാക്കിയത്. അപ്പോൾ ഷെഡ്യൂളുകൾ ഗണ്യമായി കുറഞ്ഞു. നമ്മളെ കാലത്ത് ദേശസാൽകൃത റൂട്ടുകൾ നമ്മൾ സുപ്രീം കോടതി വരെ പോയി വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേശസാൽകൃത റൂട്ടുകളിൽ ബസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെർമിറ്റ് കൊടുക്കുകയാണ്. അവിടുത്തെ ഒരു മോണോപ്പൊളി, KSRTCക്ക് ഉണ്ടായിരുന്ന ഒരു മോണോപ്പൊളി പല ദേശസാൽകൃത റൂട്ടുകളിൽ ഇല്ലാതായി. അപ്പോൾ ഒരു സ്ഥാപനത്തിനെ ഒരു സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുക എന്ന രീതിയാണ് അവർ ചെയ്യുന്നത്. DA ഇപ്പം എത്ര? 32% DA കുടിശ്ശികയായി അല്ലേ? DA ഇല്ലല്ലോ ഇപ്പോൾ, സീറോ DA. നിങ്ങൾക്ക് ചികിത്സാ സഹായം പോലും